ഇതെന്താ ഇത് പോലീസൊക്കെ വരുന്നുണ്ടല്ലോ. അന്വേഷിച്ചിരിക്കും. അല്ല, ഞാൻ കളിച്ചാലും കുഴപ്പമുണ്ടോ? പിന്നെ ഫ്രാങ്ക്ലിൻ സാർ, പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? സാറേ, ഞാനിപ്പോൾ കഞ്ചാവൊന്നും വിൽക്കാറില്ല സാറേ. അതൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി സാറേ. അതൊക്കെ പഴയ പണിയല്ലേ. നീ ഇപ്പോ ഹെറോയിൻ, കോക്ക്, MG എന്നൊക്കെ പറഞ്ഞ് അപ്ഡേറ്റ് ആയല്ലോ. എന്റെ അമ്മയാണ് സത്യം, ഞാനതൊന്നും ചെയ്യാറില്ല സാറേ. എന്നെ കണ്ടൊരു പാതിരിയെ പോലെ തോന്നിയോ നീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ? സാറേ, സാർ അത് ഇവിടെ വെളിയിൽ റൗണ്ട്സിന് വന്നാണ് സാർ. റൗണ്ട്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ നോക്കാം. കോക്ക് മാർലിന്ന് ഒരുത്തൻ ബീച്ചിന്റെ അടുത്തുള്ള 2-3 പബ്ബില് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതായി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യം പോയി അവനെ പിടിക്കാൻ നോക്കാം. അതിൽ നിന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ സാർ, വണ്ടിയുടെ വലിയവന്മാരെയൊക്കെ അങ്ങ് വിട്ടോളും, എന്നിട്ട് നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കും. എന്താ പ്രോഗ്രസ് കർണ? ഫസ്റ്റ് കിഡ്നാപ്പ് കോളിന് ശേഷം അലക്സിന്റെ പേരക്കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത അന്നാണ് സെക്കൻഡ് കോൾ പോയിരിക്കുന്നത്. അതിനുശേഷം നമ്പർ ആക്റ്റീവ് അല്ല. അതേപോലെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതിന് 2 ദിവസം മുമ്പ് എയർടെലിൽ നിന്നൊരു മെസ്സേജ് പോയി. ഏത് ടവർ? അത് ഫോർട്ട് കൊച്ചി. മണി, ആ 2 കോൾ റെക്കോർഡിംഗ്സ് പ്ലേ ചെയ്ത്. ഓക്കെ സാർ. നോക്ക്, നിന്റെ പുറകെ പോലീസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ റിസ്ക് എടുത്ത് നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. മണി, 2 വോയിസും ഡിഫറെന്റ് ആയിട്ടല്ലേ? അതെ സാർ. മേ ബി എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും സംസാരിച്ചത്. സൈബർ ക്രൈമിൽ നിന്ന് ആരെങ്കിലും വരുത്തി 2 വോയിസും വേവ് ഫോമാറ്റിൽ സെഗ്രിഗേറ്റ് ചെയ്യൂ. ഓക്കെ സാർ. ഫോർട്ട് കൊച്ചിയുടെ അടുത്തുള്ള ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. സാർ, ഇതൊന്നും നോക്ക് സാർ. ഈ 2 വോയിസ് നോക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് ഗ്യാപ്പിലാണ് ഉള്ളത് സാർ. രണ്ടാമത്തെ വോയിസ് ഉറപ്പായിട്ടും ഒരു പെൺകുട്ടിയുടേതാ. പക്ഷേ ആദ്യത്തെ വോയിസ് നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സംസാരിച്ചിരിക്കുകയാണ് സാർ. സോ ഉറപ്പായിട്ടും ആ 2 വോയിസും വേറെ വേറെ ആളുകളുടേതാണ് സാർ. അപ്പോ 2 കിഡ്നാപ്പറോ? നോക്ക്, നിന്റെ പുറകെ പോലീസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ റിസ്ക് എടുത്ത് നിന്റെ കുട്ടിയുടെ മരണത്തിന് നീ തന്നെ കാരണമാകരുത്. എപ്പോഴും 7:30 പോവാറ്. ഇപ്പൊ 8 ആയാലോ? ഇപ്പോഴാണോ പോകുന്നത്? ഇന്ന് ബയാൻ. ഭയാനോ എന്നുവെച്ചാ? ഇത് എല്ലായിടത്തൊന്നും നടക്കത്തില്ല. ഒരു ചില ഇടങ്ങളിൽ മാത്രം ഫിക്സ് ചെയ്യുന്നതാണ്. സംടൈംസ് തേഴ്സ്ഡേ നടക്കും, സംടൈംസ് സൺഡേ നടക്കും. ഇന്ന് ബയാൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും. ശ്മശാന സ്ഥലത്തേക്ക് വന്നേക്ക്. സാർ, വോയിസ് മാച്ച് ആവുന്നല്ലോ സാർ.